ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എണീറ്റത് 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റ പാടെ തന്നെ ജനലൊക്കെ തുറന്ന് കുറച്ച് ടൈമൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടൈമിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, അതുപോലെ വലിയ ചൂടും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇന്ന് താമസിച്ച് എണീറ്റത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് പുട്ടും പഴവും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ കിച്ചണിലോട്ട് കയറി പുട്ടും പഴമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ റെഡിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുട്ടും പഞ്ചസാരയും പഴവും പിന്നെ കടിഞ്ചായയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ ഞാൻ പുട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചും ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ചായ ആയിട്ടോ കഴിച്ചത്. ഈ ഒരു ടൈമിൽ വാവ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലൊന്നും ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. തലേ ദിവസം ലേറ്റായിട്ട് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ രാവിലെ നല്ല ലേറ്റായിട്ടാട്ടോ എണീക്കാറ്. അങ്ങനെ ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ കഴിച്ചത്. ഇത് ഭയങ്കര ഫേവറേറ്റാണ്. പണ്ട് മാമാമാരൊക്കെ ഗൾഫിലുള്ള ടൈമിൽ ഈ ബിസ്ക്കറ്റ് കൊണ്ടുവരുമായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഡിലൈറ്റിൻ്റെ ബട്ടർ കുക്കീസ് എന്നാണ് തോന്നുന്നു പേര്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 8 മണിയൊക്കെ ആയപ്പോൾ ജോലിക്ക് പോയിട്ടോ. അതിനുശേഷം നേരെ ഞാൻ കിച്ചണിലോട്ട് കയറി ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടൊരു ഊണുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കാട തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ കോവയ്ക്കായും കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു വെജിറ്റേറിയൻ ഊണാണ് ഉണ്ടാക്കുന്നത്. കായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇക്കാക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല. അതുപോലെ നമ്മൾ കോവയ്ക്ക മേടിച്ച് വെച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ അത് പഴുത്തു പോകും. അതുകൊണ്ട് അതും കൂടി ഒന്ന് എടുത്ത് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കായ ഒന്ന് ഉടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കോവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി കോവയ്ക്ക നൈസായിട്ട് നീളത്തിലൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു നേരത്തേക്ക് മതി കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കായ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ കായും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനേക്കുള്ള അരപ്പും കൂടി ഒന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ തേങ്ങയും അതുപോലെ ജീരകവും പച്ചമുളകും പിന്നെ കുറച്ച് ഉള്ളിയും കൂടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ലൈറ്റായിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരപ്പും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി അരപ്പ് നമ്മൾ കായിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാട നിറം ഇച്ചിരി ഡാർക്കായിട്ട് തോന്നുന്നത് ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൊണ്ടാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ കായ ഒന്ന് താളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം കോളിഫ്ലവർ ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ആദ്യം തന്നെ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് കോളിഫ്ലവർ ഇടുന്നുണ്ട്. അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ കോളിഫ്ലവർ റോസ്റ്റ് ചെയ്യുന്ന ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ. വെളുത്തുള്ളിയാണ് കൂടുതലും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത ഒരു പകുതി സവോളയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ സാധാ റോസ്റ്റ് ചെയ്യുന്ന പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും പിന്നെ തുള്ളും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം പൊടികളൊക്കെ വഴറ്റി നല്ലപോലെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് കേട്ടോ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് സെറ്റായത്.
അങ്ങനെ ദാ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ തിള വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ റോസ്റ്റും കൂടി സെറ്റായിട്ടാണ്. അങ്ങനെ ഒരു കറക്റ്റ് ഒരു 1:15 ആയപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ നമ്മൾ കാ ഉടച്ചതും അതുപോലെ തന്നെ നമ്മൾ കോളിഫ്ലവർ റോസ്റ്റ് ചെയ്തതും പിന്നെ കോവയ്ക്ക ഫ്രൈയും ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളുടെ വെളുത്തുള്ളി അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ലഞ്ച് സ്പെഷ്യൽ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ വെജ് മാത്രമായിട്ട് ഊണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കാകെ ഈ കാടച്ച തീരെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതുവഴി തന്നെ എൻ്റെ പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ എല്ലാം കൂടി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഇക്ക ഉള്ളിവട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടിൻ ചായയും കൂടിയൊക്കെ ഇട്ട് ഉള്ളിവടയും കടിൻ ചായയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ 4 മണി പലഹാരം. പിന്നെ രാത്രി നമ്മൾ ഉച്ചക്കത്തെ ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചത്. വേറെ സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ രാത്രി ഒരു 11:45 ആയപ്പോൾ ഇക്കാക്ക് ഒരു ചിപ്സ് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇക്ക ഇതുപോലെ സാധനമൊക്കെ കൊണ്ടുവന്ന ടൈമിൽ ഇതുപോലെ കായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുമ്പ് ഇതുപോലെ കാ മേടിച്ചുകൊണ്ട് വന്നത് മറ്റേ ബജ്ജിക്കായായിപ്പോയി കേട്ടോ. പക്ഷേ ഇത്തവണ നല്ല അടിപൊളി കായൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ അത് വെച്ചൊരു ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറും 4 കായ എടുത്ത് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പെട്ടെന്ന്. അങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ജസ്റ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്രൈഡ് ഐറ്റംസിനോട് എനിക്കും ഇഷ്ടമാണ് കേട്ടോ. നാട്ടിലായിരുന്ന ടൈമിൽ ചക്ക വറുക്കും അതുപോലെ തന്നെ ചിപ്സൊക്കെ ഫ്രൈ ചെയ്യുമായിരുന്നു വീട്ടിൽ തന്നെ. അങ്ങനെ ഇതാ നമ്മൾ ചിപ്സൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കായിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയൊക്കെ കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ ചൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചെറിയ ചീനച്ചട്ടി ഇട്ടാട്ടോ പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 ട്രിപ്പ് പൊരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ആദ്യത്തെ ട്രിപ്പൊക്കെ ഒന്ന് പൊരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊരിക്കുന്ന സമയം തന്നെ തീർന്നുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിക്കാറ്. പക്ഷേ ഇത്തവണ ഓയിലാണ് കേട്ടോ പൊരിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പൊരിച്ച ചിപ്സ് കുറച്ചൊക്കെ ബ്രൗൺ നിറമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മൂത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പൊരിച്ചതൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റ് ട്രിപ്പും കൂടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് റൂമിലോട്ട് പോയപ്പോൾ വാപ്പിയും മോളും കൂടി നല്ല കളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ദാ നമ്മൾ ചിപ്സ് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചിപ്സ് ബ്രൗൺ നിറമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ വാവയ്ക്കാണ് കൊടുത്തത്. പക്ഷെ ആൾ നേരെ വാപ്പിക്കാട്ടോ കൊടുത്തത്. ആൾക്കിങ്ങനെ വായി വെച്ച് തരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ നമ്മൾ ചിപ്സ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. വാവയും കഴിക്കുന്നുണ്ടായിരുന്നു. ആൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട് തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.